ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. വെൽക്കം ബാക്ക് ടു ശ്രുതീസ് വേൾഡ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. നമ്മുടെ കയ്യിൽ ഇതുപോലെ കാപ്പിപ്പൊടിയുടെ കവറ്, അതുപോലെ ചായപ്പൊടിയുടെ ചായയിൽ മേടിക്കുമ്പോൾ കിട്ടുന്ന കവറ്, അതുപോലെ ഏതെങ്കിലും മസാലകൾ, ചിക്കൻ മസാലയോ സാമ്പാർ മസാലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടില്ലേ, അതിൻ്റെയൊക്കെ കവറിൻ്റെ ഉൾവശം ഇതുപോലെ ഇരിക്കും. ഇതിപ്പോൾ ഞാൻ സാമ്പാർ മസാല അത് കഴിഞ്ഞപ്പോൾ ഞാനത് കളയാൻ പോയതാണ്. അപ്പോഴാണ് ഈ ബുദ്ധി ഉദിച്ചത്. അപ്പം സാമ്പാർ മസാലയൊക്കെ ഈ മസാലകളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു മഞ്ഞ കളർ, ഒരു മഞ്ഞ ടിഞ്ച് ഉണ്ടാവും. പക്ഷെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ കളർ പോയിട്ട് സിൽവർ കളർ ആവും കേട്ടോ. അപ്പം ഞാൻ ഇന്നോട് ചെയ്യുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാപ്പിപ്പൊടിയുടെ കവർ വെച്ചിട്ടാണ് ഈ ബോട്ടിലായിട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ ഏത് ബോട്ടിലായിട്ട് നമ്മൾ ചെയ്യുമ്പോഴും വൈറ്റ് നമ്മളൊരു ബേസ് കോട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അങ്ങനെ ബേസ് കോട്ട് കൊടുക്കുമ്പോഴാണ് ബാക്കി ഏത് കളർ അതിൻ്റെ മുകളിൽ വന്നാലും ഒരു എടുപ്പുണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള ബ്രഷ് വെച്ചിട്ട് ഞാനിങ്ങനെ വൈറ്റ് അക്രിലിക് പെയിൻറ് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. സ്പോഞ്ച് ഉണ്ടെങ്കിൽ സ്പോഞ്ച് കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷേ ചിലപ്പോൾ സ്പോഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്രഷ് വെച്ചിട്ട് ഞാൻ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഒരു കോട്ട് അടിച്ചു കൊടുത്താൽ മാത്രം പോരാ, 2 കോട്ട് നമ്മൾ അടിക്കണം. ഒരു വട്ടം നന്നായിട്ട് മൊത്തം ഒന്ന് പെയിൻറ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് ഉണങ്ങാൻ വയ്ക്കുക. ഒരു 10-25 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അത് ഉണങ്ങി കിട്ടും. വീണ്ടും ഒന്നും കൂടെ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ അടിച്ചു കൊടുക്കുക. അപ്പോഴാണ് അതിനൊരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിൽവർ പേപ്പർ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനി അതെടുത്തിട്ട് ഇതുപോലെ ഏതെങ്കിലും റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കിളായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ പെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർക്കറോ വെച്ചൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് നമ്മുടെ കത്രിക വെച്ച് കട്ട് ചെയ്തിട്ട് എടുക്കുക. പെട്ടെന്ന് തന്നെ പോന്നോളും. ഭയങ്കര തിന്നാണ് ഈ പേപ്പർ കേട്ടോ. മസാലയുടെ ഒക്കെ പേപ്പറും അതുപോലെ തന്നെ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ചായപ്പൊടിയുടെ ആയാലും ശരി, കാപ്പിപ്പൊടിയുടെ ആയാലും ശരി, ഒക്കെ വളരെ തിന്നാണ്. അപ്പം ഇതുപോലെ ഞാൻ എല്ലാ ഭാഗത്തും ഇങ്ങനെ റൗണ്ട്സ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ റൗണ്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 10-12 എണ്ണമൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ടാവും. പല സൈസിലെടുക്കാം, ചെറുതെടുക്കാം, അതായത് ചെറിയ ഹാൾ ഉണ്ടാക്കാം, വലിയ ഹാൾ ഉണ്ടാക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുത്തോളൂ. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് എടുത്ത് വയ്ക്കാം. അത് ഏകദേശം ഒരു 10-12 എണ്ണം നമ്മുടെ മനോധർമ്മം പോലെ ചെയ്തോളൂ. ഇനി ഇവിടെ ഞാൻ 2 തവണ ബേസ് കോട്ട് ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് അക്രിലിക് പെയിൻറ് അടിച്ചിരുന്നു. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ബ്ലാക്ക് ആണ് കേട്ടോ ഞാൻ അടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും അടിക്കാം. ഞാൻ പക്ഷേ ഉദ്ദേശിക്കുന്ന ഒരു ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് തന്നെ വേണം. അതുകൊണ്ടാണ് ബ്ലാക്ക് തന്നെ ചെയ്യുന്നത്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫുൾ ബ്ലാക്ക് അങ്ങോട്ട് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് സമയമൊന്നും കളയുന്നില്ല. ഇത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ട്, അതായത് ബ്ലാക്ക് ഫുൾ അടിച്ചിട്ട് കാണിക്കാം. ഇതിപ്പോൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു കണ്ടോ. അപ്പം വൈറ്റ് നമ്മൾ എപ്പോഴും ബേസ് കോട്ട് അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഏത് പെയിൻ്റ് അടിക്കുമ്പോഴും ബോട്ടിലായിട്ട് ചെയ്യുമ്പോൾ എടുപ്പുണ്ടാവും. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ സിൽവർ, നമ്മുടെ കാപ്പിപ്പൊടിയുടെ നമ്മുടെ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ റൗണ്ട് ഷേപ്പിൽ, ഇതിലൊക്കെ ഇനി ഫെവിക്കോള് തേക്കുകയാണ്. ഫെവിക്കോള് ഇതിൻ്റെ പുറകു വശത്ത്, സിൽവർ ഫ്രണ്ടിലേക്ക് കാണുന്ന വിധത്തിൽ പുറകിൽ ഫെവിക്കോള് തേച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിത് മൊത്തമായിട്ട് ഒട്ടിച്ചു കൊടുത്തു. പക്ഷേ ഇതിനൊരു ഫിനിഷിങ് വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ ബ്രഷിൻ്റെ പുറകുവശം ഉണ്ടല്ലോ, നമ്മൾ പെയിൻറ് ചെയ്യുന്ന ബ്രഷിൻ്റെ പുറകുവശം വെച്ചിട്ട് വൈറ്റ് അക്രിലിക് പെയിൻറ് കൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പെൻസിലിൻ്റെ മുനഭാഗം ഉണ്ടല്ലോ അത് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഈർക്കിൽ വെച്ചിട്ടോ തീപ്പെട്ടികൾ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സാണ് വേണ്ടത്. ബ്രഷിൻ്റെ അത് വെച്ച് ചെയ്യരുത്. ബ്രഷിൻ്റെ പുറകുവശം വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
അപ്പം എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എല്ലാവർക്കും? ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു.